ലോകത്തിനെ മനോഹരമാക്കുന്നത് സ്നേഹസമ്പൂർണമായ സർഗാത്മകതയാണ്. ലോകത്തെ പുരോഗമിപ്പിക്കുന്നത് കൃത്യമായ അളവുകളോടുകൂടിയ ഭാവനയോടുകൂടിയ കർമ്മോത്സുകതയാണ്. ഇത് രണ്ടും ചേർന്നാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കർമ്മകുശലനായ ഒരു കർഷകൻ വയലിൽ പണിയെടുത്ത് കതിരുകളുണ്ടാക്കി കൊയ്ത് മെതിച്ച് പൊലി വിളിച്ച് ആഹ്ലാദിച്ച് അറയും പറയും മടിയും അടുക്കളയും മനസ്സും നിറച്ചു തരുമ്പോൾ നിങ്ങളുടെ വിരുന്നുകളെല്ലാം സമൃദ്ധമാകുന്നു. പിറ്റേ ദിവസത്തെ ജീവിതത്തിലേക്ക് പോകാനുള്ള ഉത്തേജനത്തിന് വേണ്ടി അയാൾ മറ്റാരും അറിയാതെ ഏകാന്തതയിൽ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അലൗകികമായ ഒരു പ്രചോദനം അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കലാകാരൻ നിർമ്മിച്ചു തന്നിട്ടുള്ള ലോകമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്ക് സമ്പാദ്യമായി ഉള്ളത്? നാളേക്ക് തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ അധ്വാനശീലരായ മനുഷ്യർ ബാക്കി വച്ചതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നിക്ഷേപമായി സ്വീകരിക്കപ്പെടാവുന്നത്. ഒരു ശില്പമാകുന്നത്, ഒരു മണ്ണ് ഹരിതാഭമാകുന്നത്, ഒരു വൃക്ഷം ഫലസമൃദ്ധി ആർജിക്കുന്നത്, ഒരു മനുഷ്യൻ ധന്യമായ ജീവിതം നയിക്കുന്നത്, എല്ലാറ്റിൻ്റെയും പിന്നിൽ ആന്തരികമായ ആത്മീയമായ പ്രചോദനമാണ് ഉള്ളത്. സൃഷ്ടിയിൽ മകുടം മനുഷ്യൻ എന്നാണ് ബൈബിൾ വാക്യം. സൃഷ്ടിയിൽ മകുടം മനുഷ്യൻ. ഈ മകുടത്തിനുള്ളിലെ അനന്തകോടി കോശങ്ങളിൽ എന്ത് കാലം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ആർജിത സമ്പാദ്യം. പ്രാപഞ്ചികമായ വെളിപാടിൽ നിന്ന് നിങ്ങൾ എപ്പോൾ വിട്ടുപോകുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുൾ മേഖലയിലേക്ക് കടന്നു പോകേണ്ടി വരും. അതിനെ അജ്ഞാനം എന്ന് പറയും. ഇരുട്ട് ശാശ്വതമല്ല. അവിടേക്ക് വെളിച്ചം വീഴുന്നതോടെ യുദ്ധം ചെയ്യാതെ ഇരുട്ട് പിൻവാങ്ങുകയാണ്. നിങ്ങൾ ഇരുട്ടിനെ വാളോങ്ങി ചോര ചൊരിഞ്ഞ് വധിച്ച് ഭീഷണിപ്പെടുത്തി ഓടിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ വെളിച്ചം കൊളുത്തുന്ന ആ മാത്രയിൽ ഇരുട്ട് പിൻവാങ്ങി കഴിയും. വിളക്കുകൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പുരയിൽ എവിടെയോ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ലാവ് പിടിച്ച ഒരു വിളക്കുണ്ട്. അതെടുക്കുക, തേക്കുക, വിളക്കുക, തിളക്കുക, ഇന്ധനം തേടുക, ഒരു തിരി തെറുക്കുക, കൊളുത്തുക. അതോടുകൂടി നിങ്ങളുടെ കർത്തവ്യം അവസാനിച്ചു. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിളക്കാണ് എങ്കിൽ നിങ്ങൾ വെളിച്ചത്തെ സ്വീകരിക്കുന്നതേയില്ല എന്നാണ് അർത്ഥം. ഒരേ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന് സമീപിക്കാനേ സാധ്യമല്ല. അതേ വിളക്ക് ഊതിക്കെടുത്തിയാൽ നിങ്ങൾക്കും ചുറ്റുപാടുമുള്ളവർക്ക് ഫലം അന്ധകാരമാണ്. നിങ്ങൾ കൊളുത്തിയ വിളക്ക് മകുടത്തിൽ കൊളുത്തി വയ്ക്കുന്നതോടെ ആ വെളിച്ചത്തിൽ നിങ്ങൾ ലോകത്തെ കാണുന്നു. ലോകം അതേ വെളിച്ചത്തിൽ നിങ്ങളെയും കാണുന്നു. പരസ്പര പൂരകമായ ഈ കലാരഹസ്യമാണ് എല്ലാ പ്രവചനങ്ങളിലും വെളിപ്പെടുന്നത്. മഹാപ്രവചനങ്ങളുടെ ആന്തരിക രഹസ്യം ഇങ്ങനെ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടും സ്വയം തിരിച്ചറിയാതെ പോകുന്ന ഒരേ അബദ്ധത്തിന് കീഴടങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെയും സമൂഹത്തെയും വല്ലാതെ തെറ്റിദ്ധരിച്ചു പോകുന്നത്. സമൂഹത്തെ ദയവായി തെറ്റിദ്ധരിക്കാതിരിക്കുക, സ്വയം തെറ്റിദ്ധരിക്കാതിരിക്കുക, ഒരു ജനതയെയും കാലത്തെയും തെറ്റിദ്ധരിക്കാതിരിക്കുക. എല്ലാ ശരിയും നിങ്ങളുടേതാണ്, എല്ലാ തെറ്റും മറ്റുള്ളവരുടേതാണെന്ന് ധരിച്ചു പോകരുത്. ആ ശരിയുടെ ഉടമ നിങ്ങൾ കൂടി ആണ്, ആ തെറ്റിൻ്റെ ഉടമ നിങ്ങൾ കൂടി ആണ്. ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നൊരു വലിയ പ്രഖ്യാപനമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്.
ഈ അനീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഈ നീതിമാന്റെ രക്തപ്രവാഹത്തിൽ ആണ് എൻ്റെ ആനന്ദകോശങ്ങളെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിർമ്മിച്ചു തന്ന അടിത്തറയിലാണ് ഞാൻ എൻ്റെ തൊഴുത്ത് മുതൽ, എൻ്റെ കാലിത്തൊഴുത്ത് മുതൽ എൻ്റെ മാളിക വരെ പണിത് ഉയർത്തിയിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി വിശ്വസിക്കണം. അതുകൊണ്ട് കാലിത്തൊഴുത്തിലെ അമ്മ, കാരുണ്യവാരിധി അമ്മ, ഈ ക്രിസ്മസിന് എഴുതി ആലേഖനം ചെയ്യുന്ന പാട്ടാണ്. കാലിത്തൊഴുത്തിലെ അമ്മ, കാരുണ്യവാരിധി അമ്മ, കാവൽ വിളക്കാകുമമ്മ, ദേവാധിദേവനെ ഭൂമി കാണിക്കുവാൻ നോവേറ്റു വിങ്ങിയോരമ്മ, നോവേറ്റു വിങ്ങിയോരമ്മ. ആരാണ് ആ അമ്മ? ആ അമ്മ ത്യാഗങ്ങളുടെ അമ്മയാണ്, സ്നേഹങ്ങളുടെ അമ്മയാണ്, മോഹങ്ങളുടെ അമ്മയാണ്. ആ അമ്മയാണ് നിയോഗിയായ ഒരമ്മ. ആ അമ്മയെ കാലം നിയോഗിച്ചതാണ്, സമയമാണ് ആ അമ്മയെ നിയോഗിച്ചത്. അതുകൊണ്ട് ആ അമ്മയുടെ എളിമയാർന്ന ഹൃദയത്തെ സ്പർശിക്കാൻ ആർക്ക് പ്രാർത്ഥന കൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കഴിയുന്നു, അവർ ആണ് ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ സന്ദേശവാഹകർ. അവർക്ക് വേണ്ടിയാണ് കിഴക്കൻ ചക്രവാളത്തിൽ നക്ഷത്രം ഉദിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നിരക്ഷരരെന്ന് നാം കരുതുന്ന ആട്ടിടയന്മാർ പാടുന്നത്. അവർക്ക് വേണ്ടിയാണ് സർവ സന്ദേശങ്ങളുടെയും ഭാഷയായ സങ്കീർത്തനം പിറന്നത്, കൊണ്ടാടപ്പെടുന്നത്. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നു. ആ പിറവിയുടെ ഉദ്ഘോഷണം ഇപ്പോഴും അലയൊലികളായി ലോകത്തെവിടെയും എവിടെയും മനസ്സുകളെ, ഹൃദയങ്ങളെ, തലച്ചോറുകളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര സുന്ദരമായ കലയാണ് ആവിഷ്കരിക്കപ്പെട്ട് ഇവിടെ കണ്ടത്. പാട്ടായി, നടനമായി, രാഗമായി, താളമായി, വിശിഷ്ട സാന്നിധ്യങ്ങളുടെ മുൻപാകെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഫാദർ ജോൺ മണ്ണാറത്തറയെ മനസ്സിൽ ഓർത്തോർത്ത് എഴുതിയ ഒരു കവിത. വല്ലാത്തൊരു സമീപനമാണ്. പെരുമാറ്റശുദ്ധി കൊണ്ട്, ഭാഷാശുദ്ധി കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്, എപ്പോഴും കാന്തഹൃദയം പോലെ നമ്മളെ ഇങ്ങനെ ആകർഷിച്ചടുപ്പിക്കുന്ന ഒരു പൗരോഹിത്യ സംസ്കാരം സിൽവർ ഹിൽസിന് സ്വന്തമാണ്. വിദ്യ ഇവിടെയാണ് വിളയാടേണ്ടത്. ഇവിടെയാണ് കലയുടെ വിളനിലം. ഇവിടെയാണ് നടനത്തിനർത്ഥം. ഇവിടെയാണ് ഭാഷയ്ക്ക് അതിൻ്റെ ഏറ്റവും ശക്തമായ പ്രയോഗ സാമർഥ്യം തലമുറകളിലേക്ക് പകരാൻ കഴിയുന്നത്. ഈ വിശിഷ്ടമായ സാംസ്കാരിക സംഗമത്തിന്, ഈ ക്രിസ്മസ് പുലരിക്ക് എല്ലാ നന്മയും ആശംസയും നേർന്ന് ഒരു ചെറിയ കവിത ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ച് തരികയാണ്. കാലത്തിൻ്റെ കണ്ണുകൾ എന്നാണ് കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ആരുടെ അമ്പേറ്റാലും മരിക്കാതെ ഒരുവനീ ലോകത്തു ജീവിക്കുന്നു. ചിലപ്പോൾ ഞാനാവാം, നിങ്ങളാവാം, ആരുമാവാം. ആരുടെ അമ്പേറ്റാലും മരിക്കാതൊരുവൻ ഈ ലോകത്തു ജീവിക്കുന്നു. അവൻ്റെ പേരാകുന്നു കാലമെന്നാരോ ചൊല്ലിക്കടന്നു പോവുന്നിതാ. അവൻ്റെ പേരാകുന്നു കാലമെന്നാരോ ചൊല്ലിക്കടന്നു പോവുന്നിതാ. ചിലപ്പോൾ അവൻ കാലൻ, ചിലപ്പോൾ അവൻ ജീവൻ,
ചിലപ്പോൾ കർമ്മത്തിൻ്റെ കൗശല മഹാശയൻ, ചിലപ്പോൾ അവൻ ഭാഗ്യം, ചിലപ്പോൾ അവൻ ശാപം, ചിലപ്പോൾ മഹാകാവ്യ വാൽമീക പുരാവൃത്തം. ചിലപ്പോൾ അവൻ യുദ്ധം, ചിലപ്പോൾ അവൻ ബുദ്ധം, ചിലപ്പോൾ അവൻ തന്നെ അദ്വൈത സൂര്യാംബരൻ, ചിലപ്പോൾ അവൻ ക്രിസ്തു, ചിലപ്പോൾ അവൻ കൃഷ്ണൻ, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കാരുണ്യപ്രവാചകൻ. ചിലപ്പോൾ അവൻ ക്രിസ്തു, ചിലപ്പോൾ അവൻ കൃഷ്ണൻ, ചിലപ്പോൾ സ്നേഹത്തിൻ്റെ കാരുണ്യപ്രവാചകൻ. ചിലപ്പോൾ അവൻ മുള്ള, ചിലപ്പോൾ അവൻ പൂവ്, ചിലപ്പോൾ തായ്വേരിൻ്റെ അജ്ഞാത തപോധനൻ. എനിക്കും നിനക്കുമായി ഏകദർശന കണ്ണിൽ സമയം നിക്ഷേപിച്ച പ്രപഞ്ച ഘടികാരം. എനിക്കും നിനക്കുമായി ഏകദർശന കണ്ണിൽ സമയം നിക്ഷേപിച്ച പ്രപഞ്ച ഘടികാരം. അതിലെ സൂചിക്കണ്ണ് നിന്നെയും കാണും, നിന്നിലെ ജ്ഞാനക്കണ്ണ് കണ്ടാലുമില്ലെങ്കിലും അതിലെ സൂചിക്കണ്ണ് നിന്നെയും കാണും, നിന്നിലെ ജ്ഞാനക്കണ്ണ് കണ്ടാലുമില്ലെങ്കിലും നിന്നിലെ ജ്ഞാനക്കണ്ണ് കണ്ടാലും ഇല്ലെങ്കിലും. കാലമാകുന്ന ഘടികാരത്തിൻ്റെ ഈ സൂചിയുടെ മുനയിൽ ഒരു സൂക്ഷ്മ നേത്രം ഉണ്ട്. ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു, സർവ്വ മനുഷ്യരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. 140 കോടി ജനങ്ങളിൽ ഒരു പുൽക്കൊടിയാകുന്നു ഞാൻ. ഇതെല്ലാം ഓരോ പുൽക്കൊടികളാണ്, പൂവിട്ട ഒരു പുൽക്കൊടിയാണ് അത്. സുഗന്ധ പുഷ്പങ്ങളുണ്ട് അതിൻ്റെ മകുടത്തിൽ. ഇതെല്ലാം ഓരോ പുൽക്കൊടികളാണ്. 3.5 കോടി ജനങ്ങളിൽ ഒരു കരടാണ്, ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. സർവപ്രാപഞ്ചിക അധികാരവും നിനക്കുണ്ട്, ഇല്ലെന്നാണോ? പിറവിയിലെ നീ മോചിപ്പിക്കപ്പെട്ടു, നീ സ്വതന്ത്രനായി. പിറവിയിലെ നീ സ്വതന്ത്രനായി. നിന്റെ സമൂഹം നിന്നെ ചങ്ങല അണിയിക്കാൻ വന്നാൽ അരുത്, സമ്മതിക്കരുത്. കുടഞ്ഞാൽ മതി കൈകാലുകൾ, കർമ്മം ചെയ്താൽ മതി. കൈകാലുകൾ കുടയുന്നത് കൊണ്ടാണ്, ചലിക്കുന്നത് കൊണ്ടാണ്, ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കർമ്മം ചെയ്യാൻ കഴിയുന്നത്. അടിമത്തം ആരുപേക്ഷിക്കുന്നു? അവൻ നിരന്തരമായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സൃഷ്ടിയിൽ മകുടം മനുഷ്യനാകുന്നു. എല്ലാവർക്കും നന്ദി. ഈ എളിയ ആശംസ ഇത്രയും നേരം ദത്തശ്രദ്ധമായ മനസ്സോടെ കേട്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ ഹൃദയവിശുദ്ധിയോടെ പകർന്നു നൽകുന്നു. വിട.